ഹലോ മക്കളെ, വെൽക്കം ടു എജി പോഡ്. മക്കളെ, നമ്മൾ നോക്കാൻ പോകുന്നത് കെമിക്കൽ കൈനറ്റിക്സ് ആണടാ. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാലും ഈ ചാപ്റ്ററിന് എവിടെ നിന്ന് ചോദ്യം ചോദിച്ചാലും മക്കൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ സ്ഥിരമായി ചോദിച്ച് കണ്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യനിലേക്ക് കടന്നു നോക്കാം. നോക്കിക്കേടാ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ്. നമ്മൾക്ക് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ് മക്കളെ. നിങ്ങൾ ആദ്യം ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനം, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കൂടെ ഇപ്പോൾ തന്നെ പഠിക്കണം. അതിൽ ഒന്നാമത്തത് ഇയാളാണ്. നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് കാണാൻ ഏതൊരു റിയാക്ഷനും ആയിക്കോട്ടെ, ഏതൊരു ഓർഡറും ആയിക്കോട്ടെ, സീറോ ഓർഡറോ ഫസ്റ്റ് ഓർഡറോ സെക്കൻഡ് ഓർഡറോ, അങ്ങനെ ഏത് ഓർഡറും ആയിക്കോട്ടെ, നമുക്ക് എന്ത് കാണാൻ, റേറ്റ് കോൺസ്റ്റന്റ് കാണാൻ നമുക്ക് ഇയാളെ ഉപയോഗിക്കാം. നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കേണ്ട സമയം വരുമ്പോൾ നമുക്ക് സഹായത്തിന് ഇയാളെ വിളിക്കാം. നമ്മൾ എന്ത് ചെയ്താൽ മതി? എടാ മക്കളെ, നിങ്ങൾക്ക് ഇവിടെ ഒരു n കാണാൻ പറ്റുന്നില്ലേ? എന്നിന്റെ വാല്യൂ എന്താകാം? 0 ആകാം, 1 ആകാം, 2 ആവാം, അങ്ങനെ 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 പോകും. അപ്പൊ 0 വന്നാൽ എന്താ? സീറോ ഓർഡർ. 1 വന്നാൽ എന്താ? ഫസ്റ്റ് ഓർഡർ. 2 വന്നാൽ സെക്കൻഡ് ഓർഡർ. അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മളോട് ചോദിച്ചില്ല യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലേ? നമ്മൾ എന്ത് ചെയ്താൽ മതിയടാ? ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്നിന് 1 ഇട്ട് കൊടുത്താൽ മതി. അതായത് എന്ത് വരുവാടാ? ഇവിടെ എന്നിന് 1 ഇട്ട് വന്നാൽ 1 - 1 ആയി. ലിറ്ററിന്റെ മുകളിലോ അവിടെ 1 - 1 സെക്കൻഡ് ഇൻവേഴ്സ്. ഒന്നും കൂടെ ഞാൻ മാറ്റി എഴുതട്ടെ. മോൾ റേസ് ടു 0, ലിറ്റർ റേസ് ടു 0, സെക്കൻഡ് ഇൻവേഴ്സ്. മോൾ റേസ് ടു 0 എന്താടാ? 1. ലിറ്റർ റേസ് ടു 0 എന്താടാ? അതും 1. അപ്പൊ നമുക്ക് ആര് കിട്ടി മക്കളെ? നമുക്ക് ആര് കിട്ടി? സെക്കൻഡ് ഇൻവേഴ്സ് അല്ലേടാ വരിക? സെക്കൻഡ് ഇൻവേഴ്സ് ആണ് വരിക. സിമ്പിൾ അല്ലേ? ഇനി നിങ്ങളോട് ചോദിച്ചു സീറോ ഓർഡറിന്റെ യൂണിറ്റ് എന്താണ്, അതായത് റേറ്റ് കോൺസ്റ്റന്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? റേറ്റ് കോൺസ്റ്റന്റിന് യൂണിറ്റ് നിങ്ങൾ എന്നിന് 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മോൾ. ഇവിടെ എന്ത് കിട്ടും? 0 - 1 ലിറ്റർ ഇൻവേഴ്സ്, സെക്കൻഡ് ഇൻവേഴ്സ് കിട്ടും. ആണല്ലോ. അപ്പൊ ആ കാര്യത്തിൽ സംശയമില്ല, നമ്മൾ ആദ്യത്തെ മെയിൻ ആളെ പഠിച്ചു. ഓക്കെ, മിക്ക വർഷങ്ങളിൽ നമ്മൾ എന്ത് കാണുന്നുണ്ട്? റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു ഇക്വേഷൻ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മക്കൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ആർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? എന്താ മക്കളെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? ഞാൻ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ മുന്നോട്ട് പോവാണ്. ഞാൻ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് മക്കൾക്ക് പറഞ്ഞു തരുന്നത്. എടാ, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ശരിക്കും നമ്മൾ ആ റിയാക്ഷൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഒരു സെക്കൻഡ് ഓർഡറോ അല്ലെങ്കിൽ തേർഡ് ഓർഡറോ അങ്ങനെ വലിയ ഏതൊരു ഓർഡറിലുള്ള റിയാക്ഷൻ ആണ് നമ്മൾ വിചാരിക്കും. പക്ഷെ ആക്ച്വലി ആണോ? അല്ല. ആക്ച്വലി അത് എന്ത് കൈനറ്റിക്സാണ് ഫോളോ ചെയ്യുക? അതൊരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുക. ഓക്കെ, സോ ദ റിയാക്ഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ റിയാക്ഷൻ which actually follows, ആക്ച്വലി എന്താ ഫോളോ ചെയ്യുന്നത്? ഫസ്റ്റ് ഓർഡർ ആണ്. ഫസ്റ്റ് ഓർഡർ. അപ്പൊ ആ കാര്യത്തിൽ മക്കൾക്ക് സംശയമല്ല. അപ്പൊ ഇതാടാ എന്ത് വരിക? നമ്മൾ വിചാരിക്കും എന്താണ് ഹയർ ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ആളാണ് ആരെന്ന് പറയുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. പക്ഷേ എന്തല്ല മക്കളെ, അത് ഹയർ ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നില്ല, അത് ഫസ്റ്റ് ഓർഡർ ആണ് ഫോളോ ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിളും കൂടെ ചോദിക്കാം. കാരണം എന്താ, ഒരു 4 തവണ 5 തവണ എന്ത് ചെയ്തു എക്സാമ്പിളും ചോദിച്ചിട്ട് നോക്കിക്കേ. ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ്. ആരാടാ ഈഥൈൽ അസറ്റേറ്റ്? ഇയാളാണ്. ഈഥൈൽ അസറ്റേറ്റിന് ഞാൻ ഹൈഡ്രോളിസിസ് ചെയ്യാടാ. ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ എന്താ, ഞാൻ വാട്ടറിനെ ആഡ് ചെയ്യുന്നുണ്ട്. ആരെ കൊടുക്കുന്നുണ്ട്? H+ കൊടുക്കുന്നുണ്ട്. ഈഥൈൽ അസറ്റേറ്റിനെ ഞാൻ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ എനിക്ക് ആരൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് അറിയോ? ഒരു അസറ്റിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട്, ഒരു എത്തനോളും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതല്ല അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ, ഈ ഒരു റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് റിയാക്റ്റൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന 2 ആൾക്കാരുണ്ട്. നോക്കി, ഇവിടെ ഒരു എസ്റ്റർ ഉണ്ട്, ഈഥൈൽ അസറ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു എസ്റ്റർ ഉണ്ട്. പിന്നെ ആരുണ്ട്? നമ്മളുടെ വാട്ടറും ഉണ്ട് അല്ലേ? പക്ഷെ നമ്മൾ ഇതിന്റെ റേറ്റ് ലോ എടുക്കുകയാണ്. റേറ്റ് ഞാൻ കണ്ടുപിടിക്കുകയാണ്. എന്താ? K × കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് റേസ് ടു n അല്ലേ വരിക? ആരൊക്കെ ഇവിടെ ഉള്ള റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ CH3 COO CH2 CH3 അല്ലേടാ ഒരാൾ എന്ന് പറഞ്ഞത്. മറ്റേ ആള് വാട്ടർ അല്ലേ? എന്നിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് ഇയാൾ റേസ് ടു 1ഉം ഇയാൾ റേസ് ടു 0 വന്നത്. എന്താ ഞാൻ പറഞ്ഞത്? നമ്മളുടെ ഈഥൈൽ അസറ്റേറ്റിന്റെ
കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് വന്ന പവർ 1ഉം ഇയാളുടേത് 0യാ. നമ്മൾ ഓർഡർ മോളിക്കുലാരിറ്റിയും പഠിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് മക്കളെ, ഓർഡർ എന്ന് പറഞ്ഞത് എക്സ്പെരിമെന്റലി നമുക്ക് കിട്ടുന്ന സാധനമാണ്. അപ്പം നമ്മൾ എക്സ്പെരിമെന്റലി ചെയ്ത് നോക്കിയപ്പോൾ ഇയാളുടെ മുകളിൽ 1ഉം ആണ് കാണിക്കുന്നത്, ഇയാളുടെ മുകളിൽ 0യാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കുക? ഇയാളുടെ പവറോട് കൂട്ടുമ്പോഴല്ലേ നമുക്ക് ഓർഡർ കിട്ടുക. അപ്പോൾ എത്ര കിട്ടി? 1 + 0 1 കിട്ടി. ശരിക്കും നമ്മൾ എന്ത് വിചാരിക്കും? ഹയർ ഓർഡർ ആണ് വിചാരിക്കും. പക്ഷെ അല്ല, ഫസ്റ്റ് ഓർഡർ ആണ് ഫോളോ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ്? അതിലെ കാരണം വഹിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഇയാളാണ് മക്കളെ. വാട്ടർ എന്ന് പറഞ്ഞ ആള്, വാട്ടർ ഉണ്ടല്ലോ നമ്മളിവിടെ റിയാക്ഷനിൽ എടുക്കുന്ന എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ എടുക്കുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? ഒരുപാട് വാട്ടർ എടുക്കുന്നുണ്ട്. ആ വാട്ടർ മീഡിയത്തിലാണ് ആര് നടക്കുന്നത്? നമ്മളുടെ ഹൈഡ്രോളിസ് നടക്കുന്നത്, ആരുടെ? എസ്റ്ററിന്റെ. അപ്പോൾ വാട്ടറിന്റെ ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടുതലുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വാട്ടർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ കോൺസെൻട്രേഷനിൽ മാറ്റം വരുന്നില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? റിയാക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറഞ്ഞു വരണം, പ്രൊഡക്റ്റിൻ്റെത് കൂടി വരണം. എന്നാൽ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കൊടുത്തുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല? കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഈസ് നോട്ട് ചേഞ്ചിങ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മളുടെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ആ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് മക്കളെ എന്ത് വന്നത്? H2⁻0 വന്നത്. അപ്പോൾ ആ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇനി എങ്ങനെ എക്സാമിന് ചോദിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ? ഇതെന്താ? നമ്മൾ എക്സസ് എടുക്കുന്നുണ്ടല്ലേ, ആരെ? H2നെ. എക്സസ് എടുക്കുന്നതുകൊണ്ട് തന്നെ അതെന്താ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മാറി, കോൺസെൻട്രേഷൻ അതിനൊരു ചേഞ്ച് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ഓർഡർ ഇവിടെ എത്ര വന്നിട്ടുണ്ടടാ? 1 വന്നു. അപ്പോൾ അത് മക്കൾ പഠിക്കുക. അടുത്തത് റൈറ്റ് അറീനിയസ് ഇക്വേഷൻ. ഞാൻ രണ്ടാമത്തത് ഇവിടെ എഴുതട്ടടാ. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചാരാ? അറീനിയസ് ഇക്വേഷൻ ആണ് അല്ലേ. അറീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഡിപ്പെൻഡൻസി കാണിക്കല്ലേ. K = എന്താ മക്കളെ വരിക? Ae⁻ ആരൊക്കെയാ? ഇയാള് K എന്ന് പറഞ്ഞ ആരാ? റേറ്റ് കോൺസ്റ്റന്റ്. A എന്ന് പറഞ്ഞ ആരാ? അറീനിയസ് ഫാക്ടർ. A എന്ന് പറഞ്ഞ ആളാരാ മക്കളെ? ആക്ടിവേഷൻ എനർജി. യൂണിവേഴ്സൽ ഗ്യാസ് ലോ കോൺസ്റ്റന്റ് ആര്? R. T എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ. പഠിച്ചല്ലോ. K = AE⁻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതും പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ദ റിയാക്ഷൻ A+B gives product is a second order with respect to A and first order with respect to B. റൈറ്റ് ദ റേറ്റ് ഇക്വേഷൻ. എന്താ മക്കളെ പറഞ്ഞത്? A+B എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ നടന്നിട്ട് അത് പ്രൊഡക്റ്റ് ആവുന്നുണ്ട്. എയും ബിയും റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആവുന്നുണ്ട്. ആൻഡ് ഇത് എന്താ ഫോളോ ചെയ്യുന്നത്? ഏത് ഓർഡർ കൈനറ്റിക്സ് ആണെന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ഓർഡർ ആണ് വിത്ത് റെസ്പെക്ട് ടു ആരാ? എക്ക്. എ വെച്ച് നോക്കുകയാണെങ്കിൽ അത് വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് ഓർഡർ, എന്നാൽ ബി എ വെച്ച് നോക്കുമ്പോൾ അത് ഫസ്റ്റ് ഓർഡർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റേറ്റ് ലോ എടുത്ത് നോക്കാം. റേറ്റ് ലോയിൽ എന്താ പറഞ്ഞത്? റേറ്റ് = K × കോൺസെൻട്രേഷൻ റേസ് ടു N അല്ലേ ഓർഡർ എന്ന് പറഞ്ഞേ. ഇവിടെ ആരൊക്കെയാ മക്കളെ റിയാക്റ്റന്റ് ഉള്ളത്? A ഉണ്ട്, ഒപ്പം തന്നെ ആരുണ്ടടാ? B ഉണ്ട്. എയും ബിയും അല്ലേ ഉള്ളത്. ഇനി നമ്മളോട് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്? സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു A എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എയുടെ മുകളിൽ ഒരു 2 ഇട്ട് കൊടുത്താൽ പണി തീർന്നടാ. ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു B എന്ന് പറഞ്ഞാൽ ബിയുടെ മുകളിൽ 1 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പണി തീർന്നടാ. അപ്പം നമുക്ക് കിട്ടിയോ? റേറ്റ് ഇക്വേഷൻ കിട്ടിയില്ലേ? റേറ്റ് = എന്താ? K കോൺസെൻട്രേഷൻ ഓഫ് A, മുകളിൽ ആര്? പവർ വന്നു 2. B കോൺസെൻട്രേഷൻ ഓഫ് B, മുകളിൽ ആര് വന്നു മക്കളെ? പവർ ആയിട്ട് 1 വന്നു. കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഓവറോൾ ഓർഡർ പറയാം. റിയാക്ഷന്റെ മൊത്തത്തിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഓവറോൾ ഓർഡർ, അല്ലെങ്കിൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പറയാൻ പറ്റുമോ? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. അത് എത്രയാ മക്കളെ വരിക? 2+1 എന്ന് പറയുമ്പോൾ എത്ര വരിക? 3. അപ്പൊ നമുക്ക് റിയാക്ഷന്റെ ഓവറോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? ഓർഡറും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതും പഠിച്ചു. അടുത്തതിലേക്ക് പോവാം. ദ ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഹൂസ് റേറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ ഈസ് എന്ന് ചോദിച്ചാൽ അപ്പം തന്നെ മക്കളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം, അത് 0 ഓർഡറിന്റെയാണ്. മക്കളെ എങ്ങനെ നമുക്ക് 0 ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് കാണുക? K = കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡഡ് ബൈ T. ഇപ്പോൾ തന്നെ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള യൂണിറ്റ് കാണാനുള്ളത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ആര് മക്കളെ? 0 ഓർഡറിന്റെ K കണ്ടുപിടിക്കൽ. K എന്ന് പറഞ്ഞാൽ എന്താ? R0 - R/T. കുഴപ്പമില്ലല്ലോ, ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളോട് ചോദിച്ചെന്താ? ഓർഡർ ഓഫ് ദി റിയാക്ഷൻ ഹൂസ് റേറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ അല്ലേ. അപ്പോൾ ഞാനിത് Kയുടെ ആണ് പറഞ്ഞത്. ഇത് 0 ഓർഡറിന്റെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക? K × കോൺസെൻട്രേഷൻ റേസ് ടു N അല്ലേടാ. 0 ഓർഡർ ആകുമ്പോൾ എന്താ സംഭവിക്കുക? 0 ഓർഡർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? Nന്റെ വാല്യൂ എന്താ? 0 ആവും. അപ്പോൾ നമ്മളുടെ റേറ്റ് എന്തായിട്ട് മാറുകടാ? റേറ്റ് = K കോൺസെൻട്രേഷൻ ഓഫ് R raised to 0. R raised to 0 എന്തായി? 1 ആയി.
അപ്പോൾ റേറ്റ് എന്തായി മക്കളെ? റേറ്റ് ഈക്വൽ ടു കെ ആയി. നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ ഏതെങ്കിലും ഒരു കോൺസെൻട്രേഷൻ ടേം കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിന്റെ റേറ്റ് കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് മാറുന്നുണ്ടോ? ഇല്ല. മനസ്സിലായോ? അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത്? റേറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആരാ? കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. ആരുടെ കേസിൽ? സീറോ ഓർഡറിന്റെ കേസിൽ. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഹാഫ് ലൈഫ് അഥവാ ടി ഹാഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് പറയും. അപ്പോൾ മക്കൾ അപ്പോൾ ഓടിച്ചാടി വന്ന് പറയണം അത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണെന്ന് പറയണം. എന്താ പറഞ്ഞത്? ഇവിടെ നോക്കിയ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ ഓർഡർ. ഹാഫ് ലൈഫ് ഓഫ് ദി റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് എന്തോടി വരണം? അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, ഇത് സീറോ ഓർഡർ, റേറ്റ് സീറോ ഓർഡർ, ടി ഹാഫ് അഥവാ ഹാഫ് ലൈഫ് വരുമ്പോൾ ഫസ്റ്റ് ഓർഡർ. ഓർമ്മയുണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇത് ആരാന്ന് മനസ്സിലായി മക്കളെ? സീറോ ഓർഡർ ആണെന്ന് മനസ്സിലായി. ആരാണ്? സീറോ ഓർഡർ ആണെന്ന് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. എന്തിനാ രണ്ടാക്കുന്നത്? നമുക്ക് രണ്ടിൽ കൂട്ടാം. നോക്കിക്കേ മക്കളെ, എന്താണ് ഓർഡർ, എന്താണ് മോളിക്കുലാരിറ്റി? നമ്മളിപ്പോൾ ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടല്ലേ. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു റേറ്റ് ലോ എടുക്കുകയാണ്, റേറ്റ് ലോ ഇക്വേഷൻ എടുക്കുകയാണ്. ഫോർ എൻ എക്സാമ്പിൾ നമ്മൾ ഈ റേറ്റ് ലോ ഇക്വേഷൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ആരുണ്ട് മക്കളെ? നമ്മൾ റേറ്റ് ലോയിൽ ഇവിടെ ഒരു കെ ഉണ്ട്, ഒപ്പം തന്നെ ആരുണ്ട്? കോൺസെൻട്രേഷൻ ആറുണ്ടല്ലേ, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടല്ലേ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു റിയാക്ഷൻ A+B എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, കോൺസെൻട്രേഷൻ ഓഫ് എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. ഇവർക്ക് ആരുണ്ട്? പവർ ഉണ്ട്. ഇയാളുടെ കേസിൽ 2, ഇയാളുടെ കേസിൽ 1. അപ്പോൾ ഇങ്ങനെ ഒരു റേറ്റ് ലോ ഇക്വേഷനിലെ കോൺസെൻട്രേഷന്റെ പവറിന്റെ സമ്മിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താ? റേറ്റ് ലോ ഇക്വേഷനിൽ കോൺസെൻട്രേഷന്റെ പവറിന്റെ സമ്മിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞോടെ, ഇറ്റ്സ് സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ഇൻ എ റേറ്റ് ലോ ഇക്വേഷൻ അല്ലെ റേറ്റ് ലോ എക്സ്പ്രഷൻ. അപ്പോൾ അത് ഓക്കെ ആയി. ആദ്യം നമ്മൾ നോക്കേണ്ട, ഇവർ നമ്മൾ ഡിഫറൻസ് മിക്ക വർഷങ്ങളും ചോദിച്ച് കണ്ടിട്ടുണ്ട്. മേ ബി നാളെ ചോദിക്കാൻ പോകുന്ന പേപ്പറിൽ എന്ത് കാണാം? ഇവർ നമ്മൾ ഡിഫറൻസ് ചോദിക്കാം. അപ്പോൾ മോളിക്കുലാരിറ്റി എന്താ? മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ റിയാക്ഷനിൽ കൊളൈഡ് ചെയ്യുന്ന, ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന റിയാക്ടിങ് സ്പീഷീസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി വെച്ച് സൂചിപ്പിക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞത്? എയും ബിയും സിയും ഉണ്ട്, അവർ തമ്മിൽ മൂന്നാളും നമ്മൾ കൂട്ടിമുട്ടിയാലേ ഡി എന്ന പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ കൂട്ടിമുട്ടുന്ന റിയാക്ടൻസിന്റെ എണ്ണത്തിനെ തോന്നുമ്പോൾ കൂട്ടിമുട്ടിയാൽ മതിയോ? പറ്റില്ല. ഒരുമിച്ച് സൈമൾട്ടേനിയസ്ലി എന്നുള്ളൊരു വാക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന ആൾക്കാരുടെ എണ്ണത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മോളിക്കുലാരിറ്റി. അപ്പോൾ ഡെഫിനിഷൻ ആണ് ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. പഠിച്ചല്ലോ. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഓർഡർ എന്ന് പറഞ്ഞ ഒരു എക്സ്പെരിമെന്റൽ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. മോളിക്കുലാരിറ്റി അത് തിയററ്റിക്കലാണ്. എക്സ്പെരിമെന്റൽ, തിയററ്റിക്കൽ, അതും പഠിച്ചു. അടുത്തത് എന്ന് പറയുന്നത് ഓർഡറിന്റെ കേസിൽ അയാൾ 0 ആവാം, അയാൾ ഫ്രാക്ഷൻ ആവാം, ഹോൾ നമ്പർ എന്തായാലും ആവാം. 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, ഇനി വേണമെങ്കിൽ 3.2 ആവാം, അല്ലെങ്കിൽ 3/5 ആവാം, 0.5 ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം ആര്? ഓർഡർ. എന്നാൽ നമ്മളുടെ മോളിക്കുലാരിറ്റിയുടെ കേസിലോ പറ്റില്ല. 0 പറ്റുമോ? പറ്റില്ല. ഫ്രാക്ഷൻ പറ്റുമോ? പറ്റില്ല. എന്ത് വേണം? ഒരു ഹോൾ നമ്പർ വേണം. അപ്പം നമ്മൾ മൂന്നാമത്തതും പഠിച്ചല്ലോ. ഇനി നാലാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എടാ നമ്മളുടെ ഓർഡർ ഉണ്ടല്ലോ, നമുക്കൊരു എലമെന്ററി റിയാക്ഷൻ, അതായത് സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിലും ഇനി മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ നടക്കുന്ന, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് റിയാക്ഷൻ. കോംപ്ലക്സ് റിയാക്ഷനിലാണെങ്കിലും അല്ലെങ്കിൽ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനിലാണെങ്കിലും നമുക്ക് ആരെ ഉപയോഗിക്കാൻ പറ്റും? ഓർഡറിനെ അവിടെ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ മോളിക്കുലാരിറ്റി നമുക്കൊരു സിംഗിൾ സ്റ്റെപ്പിൽ മാത്രം, അതായത് സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കൂടെ മക്കൾ ഈ 4 ഡിഫറൻസും പഠിച്ചോ. എന്തായാലും നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണടാ അത്. പഠിച്ചെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ തിരിച്ചുള്ളൊരു ഫോമിൽ അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? എന്താ ചോദിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് നമ്മൾക്ക് ഈ തന്നതിൽ നിന്ന് എങ്ങനെ ആരാണ് എന്നുള്ളതാണ് ചോദിച്ചത്. നമുക്ക് എന്തുണ്ട്? നമ്മളുടെ ഈ ഇക്വേഷൻ ഉണ്ട്, 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ എന്താ ചെയ്താൽ മതി? നമ്മൾ തിരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്നിന് ഓരോ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. 0, 1. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ 1 ഇട്ട് കൊടുത്താൽ മതി. 1 വന്നു, ഇവിടെ 1 വന്നു, 0, 0 ആയ സെക്കൻഡ് ഇൻവേഴ്സ്. സോ സെക്കൻഡ് ഇൻവേഴ്സ് ആര് വന്നു മക്കളെ? ബി വന്നു, ബി വന്നു. സോ എന്തായി? നമുക്ക് ഇവിടെ ബി ആൻസർ കിട്ടിയിട്ടുണ്ട്. അടുത്ത്, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ദി റേറ്റ് ഓഫ് എ കോൺസ്റ്റന്റ് റിയാക്ഷൻ? റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ. എടാ ടെമ്പറേച്ചർ കൂടുമ്പോൾ ശ്രദ്ധിച്ചോ, ടെമ്പറേച്ചർ കൂടുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് കൂടും.
ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ടെമ്പറേച്ചർ ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ആടാ, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. സോ അത് എന്തിനെ എഫക്ട് ചെയ്യുന്നത്? റേറ്റ് കോൺസ്റ്റന്റിനെയാണ്. ഓക്കെ, റേറ്റ് കോൺസ്റ്റന്റിനെയാണ് ശരിക്കും അവിടെ എഫക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? എടാ അവിടെ കൈനറ്റിക് എനർജി കൂടും. അതായത് കൊളൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മളുടെ റിയാക്റ്റൻസ്, അവരുടെ കൈനറ്റിക് എനർജി കൂടും. ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കടാ? റേറ്റ് കോൺസ്റ്റന്റ് കൂടും, റേറ്റ് കൂടും, അഥവാ റേറ്റ് കോൺസ്റ്റന്റ് കൂടും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുന്ന ആള് ആരാ? റേറ്റ് കൂടുന്നുണ്ട്. എന്താ? റേറ്റ് കോൺസ്റ്റന്റും കൂടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യും, റിയാക്ടിങ് മോളിക്യൂൾസ്. Write the equation used to determine the effect of temperature on rate constant. അത് ആരാ മക്കളെ? നമ്മളുടെ അറീനിയസ് ഇക്വേഷനിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. K ഈക്വൽ ടു എന്താ? A e⁻ ഓക്കെ, സോ അതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യന്റെ ആൻസറും ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ഈസ് മെൻ ബൈ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ? എടാ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ അയാളെ വിളിച്ചു R0. ഈ R0 അതിന്റെ പകുതി ആകാൻ എടുക്കുന്ന സമയമാണ്. അതായത് R0/2 ആവാൻ എടുക്കുന്നത്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഞാനൊരു 10 മോൾ പെർ ലിറ്റർ എടുത്തെന്ന് വിചാരിച്ചോ. 10 മോൾ പെർ ലിറ്റർ എടുത്തു. അത് 5 മോൾ പെർ ലിറ്റർ ആവാൻ എടുക്കുന്ന ആ സമയത്തിന് വിളിക്കുന്ന പേരാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ടി ഹാഫ് അഥവാ ഹാഫ് ലൈഫ്. ഹാഫ് ലൈഫ് എന്താന്ന് മനസ്സിലായോ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അതിന്റെ പകുതി ആകാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് എന്താ? ഓക്കെ, ഒരു കാൽക്കുലേഷൻ ആണ് അല്ലേ. നമുക്ക് നോക്കിയൊക്കെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഫൗണ്ട് ടു ഹാവ് റേറ്റ് കോൺസ്റ്റന്റ് K ഈക്വൽ ടു തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഹാഫ് ലൈഫ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ടി ഹാഫ് മറക്കരുത് എന്നുള്ളത്. ടി ഹാഫ് കണ്ടുപിടിക്കാനുള്ളത് എങ്ങനെയാ? ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ 0.693 ഡിവൈഡഡ് ബൈ K. ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ ടി ഹാഫ് ഈക്വൽ ടു 0.693 ബൈ K. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ, സോറി ഒരു ഇക്വേഷൻ. ടി ഹാഫ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ K. നോക്കിക്കേ, ഞാൻ നേരത്തെ എന്ത് പറഞ്ഞപ്പോൾ റേറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സീറോ ഓർഡർ കൈനറ്റിക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താ? റേറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റന്റ് ആണ്. അതുപോലെ ഹാഫ് ലൈഫ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ടി ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇൻഡിപെൻഡന്റ് ഓഫ് എന്താ? കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റന്റ്. കാരണം എന്താ? നിങ്ങൾ നോക്കിയേ 0.693 അതെന്താ? ഒരു കോൺസ്റ്റന്റ്. അവിടെ നിങ്ങൾക്ക് റേറ്റ് റിലേറ്റഡ് ആയുള്ള ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലടാ, ആരെയും കാണാൻ പറ്റുന്നില്ല. ആയതുകൊണ്ടാണ് ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താ? ഇൻഡിപെൻഡന്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റന്റ്. ഓക്കെ, അപ്പൊ ടി ഹാഫ് നമുക്ക് ഇതാണ് ഇക്വേഷൻ മനസ്സിലായിട്ടുണ്ട്. നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിടാ. 5.5 ഇൻറ്റു എത്ര വരിക? 10⁻⁻14 അല്ലേ മക്കളെ വരിക. നമുക്ക് ഒന്ന് മാറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ഞാൻ ഈ 10⁻⁻14 മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെ എഴുതിയാൽ ശരിയാവില്ലടാ. 69.3 ഇൻറ്റു 10⁻12 ഡിവൈഡഡ് ബൈ 5.5 വന്നിട്ടുണ്ട് അല്ലേ. എന്താ ചെയ്തത്? 14 മുകളിലേക്ക് പോയപ്പോൾ +14 ആയി. ഞാൻ എന്ത് ചെയ്തു? ഇൻറ്റു അതിലൊരു 100 എടുത്ത് ഇയാളെ മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ എന്തായി? 69.3 ആയി. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി ഇയാളൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ എത്ര കിട്ടുക? ടി ഹാഫ് ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു 12.6 റേഞ്ചിലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇൻറ്റു 10⁻12 സെക്കൻഡ്. ഇതെങ്ങനെയാണ് സെക്കൻഡ് ഇട്ടത്? എന്തുകൊണ്ട് മിനിറ്റോ ഹവർ എടുത്തില്ല? നമ്മൾ റേറ്റ് കോൺസ്റ്റന്റിനെ നോക്കണം. ഇവിടെ സെക്കൻഡ് ഇൻവേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ മക്കൾ ആൻസറിൽ ടി ഹാഫ് കാണുമ്പോൾ എന്ത് ചെയ്യണം? സെക്കൻഡ് എഴുതണം. അവിടെ മിനിറ്റ് ഇൻവേഴ്സ് ആണെങ്കിൽ മിനിറ്റ്, ഹവർ ഇൻവേഴ്സ് ആണെങ്കിൽ ഹവർ. ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 1ഉം 2ഉം കിട്ടിയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മോളിക്കുലാരിറ്റി ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ്. മോളിക്കുലാരിറ്റി നമ്മൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? കൊളൈഡിങ് സ്പീഷീസ് അല്ലെ, സൈമൾട്ടേനിയസ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്ന റിയാക്ടന്റിനെല്ലാം നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നോക്കിക്കേ, ഇവിടെ ആരാ ഉള്ളത് റിയാക്ടന്റ് ആയിട്ട്? NO ഉണ്ട്, O2 ഉണ്ട് അല്ലേ. ഇയാൾ പ്രൊഡക്റ്റ് അല്ലേ, ഇയാളെ നോക്കണോ? വേണ്ട, പൊക്കോ. പിന്നെ ആരാ ഉള്ളത്? ഇവരുടെ മുന്നിലുള്ള ആൾക്കാരാരാ മക്കളെ? ഇയാളുടെ കേസിൽ ഒരു 2 ആൾക്കാരുണ്ട്, ഇയാളുടെ കേസിൽ ഒന്നില്ലേ. അതായത് ഇവരുടെ സ്റ്റോഷിയോമെട്രിക് കോഷ്യൻ എന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ സിമ്പിൾ ആയിട്ട് ആ സ്റ്റോഷിയോമെട്രിക് കോഷ്യൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അതായത് 2+1 വരും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വന്നു മക്കളെ? ഓപ്ഷൻ ബി കിട്ടി. 3 കിട്ടിയില്ലേ. സോ മോളിക്കുലാരിറ്റി എന്താ വന്നത്? 3. എങ്ങനെ വന്നത് മനസ്സിലായോ? ഇയാളുടെ സ്റ്റോഷിയോമെട്രിക് കോഷ്യന്റിനെ ആഡ് ചെയ്താൽ മതി. റിയാക്ടന്റിന്റെ സ്റ്റോഷിയോമെട്രിക് കോഷ്യൻ. അപ്പോൾ നമുക്ക് 3 കിട്ടി. Write any 2 factors which influence the rate of chemical reaction. എഴുതാലോ. എന്തിനാ 1ഓ 2ഓ ആക്കുന്നത്? ആരൊക്കെയാ മക്കളെ? കോൺസെൻട്രേഷൻ ഇല്ലടാ, കോൺസെൻട്രേഷൻ ഉണ്ട്. പിന്നെ ആരുണ്ട്? ടെമ്പറേച്ചർ ഉണ്ട് അല്ലേ. പിന്നെ ആരുണ്ടടാ? കാറ്റലിസ്റ്റ് ഇല്ലടാ.
നമുക്കിത് മതിയില്ലേ? ഓക്കെ. പിന്നെന്താ, ദ ഡീകമ്പോസിഷൻ ഓഫ് ഗ്യാസിയസ് അമോണിയ ഓൺ എ ഹോട്ട് പ്ലാറ്റിനം സർഫസ് ഈസ് എ സീറോ ഓർഡർ റിയാക്ഷൻ. പഠിക്കണേ, അവിടെ സീറോ ഓർഡർ റിയാക്ഷൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താ? NH3 ഇല്ലേ? NH3 2NH3 എന്താവും മക്കളെ? ഈ റിയാക്ഷൻ എന്ന് പറഞ്ഞുള്ളത് NH3 N2 + 3H2 ആവുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. അത് പ്ലാറ്റിനം സർഫസിലാണ് നടക്കുന്നത്. മനസ്സിലായോ? സോ ഇത് എന്തിന് എക്സാമ്പിൾ? ഒരു സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ. സോ ഓർമ്മ ഉണ്ടാവണം. ഒരു എക്സാമ്പിൾ എങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഈ ഒരാളെങ്കിലും ഓർമ്മ ഉണ്ടാവണം. ഓക്കെ ആണല്ലോ? ഇതുപോലെ വേറെയുണ്ട്. നമ്മൾ വേറെ ഒരാളെ എടുത്തിട്ടുണ്ടെങ്കിൽ 2HI. സോ ഇയാൾ എന്താ? വേറൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു എക്സാമ്പിളെങ്കിലും എന്ത് കാണും? മക്കൾക്ക് ഓർമ്മയുണ്ടാവണം. 2 എക്സാമ്പിൾസ് ഉണ്ട്, 2NH3 അല്ലെങ്കിൽ 2HI. ഓക്കെ. സോ അത് അവിടെ നിൽക്കട്ടെ. റൈറ്റ് ദ റേറ്റ് ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ. റേറ്റ് ഇക്വേഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലടാ. എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ വരിക? റേറ്റ് ഇക്വേഷൻ K = concentration of R0 minus concentration of R divided by T അല്ലേ? മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആണെടാ. T½ നമ്മൾ നേരത്തെ കണ്ടില്ല, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. Calculate the half-life period of a first order reaction whose rate constant is 200 second inverse. എടാ, അപ്പോൾ നമ്മൾ എന്ത് ഓർമ്മ ഉണ്ടാവണം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവണം. 0.693 ഡിവൈഡഡ് ബൈ K അല്ലേ? നേരെ ചെയ്താൽ പോലെ 0.693 ബൈ എത്ര വരുവാടാ? 200 സെക്കൻഡ് ഇൻവേഴ്സ് വരില്ലടാ. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഒരു 0.693, ഞാൻ ഇയാളെ 0.2 ആക്കുകയാണേ. നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളെ കയ്യിൽ നേരെ കാൽക്കുലേറ്റർ ഉണ്ടാവുമല്ലോ. അപ്പോൾ 0.2 × 1000 വരും. അത് മുകളിലേക്ക് പോയി 10⁻³ ആയി. നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 3.465, ഒരു 3.45 ആ റേഞ്ചിൽ വരും മക്കളെ. 10⁻³ നമ്മൾക്ക് എന്താ തന്നിട്ടുള്ളത്? T½ അല്ലേ കണ്ടത്? ഇവിടെ സെക്കൻഡ് ഇൻവേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? സെക്കൻഡ് എടുക്കണം. ഓക്കെ. അപ്പം നമുക്ക് അതും കിട്ടി. 3.45 10⁻³ റേഞ്ചിൽ കിട്ടിയടാ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു ഒറ്റ ഇക്വേഷൻ ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? നിങ്ങൾക്ക് ഈസി ആയിട്ട് 2 മാർക്ക് നേടാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിടാതിരിക്കുക. ഇപ്പോൾ തന്നെ പഠിക്കുക. ഇനി പിന്നത്തേക്ക് വെക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് കാറ്റലിസ്റ്റ് ഓൺ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ടെമ്പറേച്ചറിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി. എന്താ? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് നടക്കും? റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് ചെയ്യും? കൂടും. റേറ്റ് കൂടും. അത് എന്തുകൊണ്ടാണ്? കൈനറ്റിക് എനർജി കൂടുന്നോണ്ടില്ലേ? അത് ആര് പറഞ്ഞിട്ടുണ്ട്? നമുക്ക് അറീനിയസ് ഇക്വേഷൻ വെച്ചിട്ട് പറയാൻ പറ്റും. കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കൂടും. എന്നാൽ കാറ്റലിസ്റ്റ് എടുക്കുമ്പോഴോ? എടാ, ഞാൻ കാറ്റലിസ്റ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ റേറ്റ് എന്താ ചെയ്യുന്നുണ്ടെന്ന് അറിയോ? റേറ്റ് ഇൻക്രീസും ചെയ്യാം, ഡിക്രീസും ചെയ്യാം. 2 ടൈപ്പ് കാറ്റലിസ്റ്റ് ഉണ്ട്. പോസിറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട്, നെഗറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട്. പൊതുവെ നമ്മൾ ഇവിടെ സംസാരിക്കുന്ന പോസിറ്റീവ് കാറ്റലിസ്റ്റിനെ കുറിച്ചാണ്. അപ്പം കാറ്റലിസ്റ്റിന് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് റേറ്റ് കൂടുന്നുണ്ട്. അതെങ്ങനെയാണ് മക്കളെ? അത് എങ്ങനെ സംഭവിക്കുന്നത്? അത് റെഡ്യൂസസ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജിയെ കുറച്ചുകൊണ്ടാണ് എന്ത് നടക്കുന്നത്? കാറ്റലിസ്റ്റ് എന്ത് നടക്കുന്നത്? റേറ്റ് ഫാസ്റ്റ് ആക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്നും കൂടെ അത് നോക്കാം. അതായത് നോക്കിക്ക്, ഞാനിത് ഇവിടെ എനർജി വേഴ്സസ്, അതായത് പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് ടൈം ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണ്. എന്ത് നടക്കുന്ന ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മളുടെ റിയാക്റ്റൻസ് ഉണ്ട്, ഇവിടെ നമ്മളുടെ പ്രൊഡക്റ്റ് ഉണ്ട്. ഇവിടെ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ട്. മക്കളെ, ഈ ഒരു ഡിസ്റ്റൻസിലടാ നോക്കി, ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്താ? ഇതും ഇയാളെ വിളിക്കുന്ന പേരാണ് മക്കളെ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു റിയാക്റ്റൻ്റ് ഒരു പ്രൊഡക്റ്റായി മാറണമെങ്കിൽ അതിന് എന്ത് വേണമെന്ന് അറിയാം? അതിന് ആക്ടിവേഷൻ എനർജി കിട്ടണം. അതായത് റിയാക്റ്റന്റിന് ഇപ്പോൾ ഓൾറെഡി കുറച്ച് എനർജി ഉണ്ടെന്ന് വിചാരിച്ചോ. പക്ഷെ ആ എനർജി കൊണ്ട് മാത്രം എന്താകാൻ പറ്റില്ല? അയാൾക്ക് പ്രൊഡക്റ്റ് ആകാൻ പറ്റില്ല. അപ്പോൾ അയാൾക്ക് എന്ത് വേണം? അഡീഷണൽ ആയിട്ട് കുറച്ച് എക്സ്ട്രാ എനർജി വേണം. ആ എക്സ്ട്രാ എനർജിയെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ആക്ടിവേഷൻ എനർജി. അപ്പോൾ ആ ആക്ടിവേഷൻ എനർജി കിട്ടിയിട്ട് ഇങ്ങനെ പോയിട്ടാണ് അയാൾ എന്തായി മാറുന്നത്? പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്. എന്നാൽ നമ്മളുണ്ടല്ലോ, നമ്മൾ കാറ്റലിസ്റ്റിന് അങ്ങ് കൊടുക്കുക. നമ്മൾ കാറ്റലിസ്റ്റിന് കൊടുത്ത് നോക്കിയേ, ആ ആക്ടിവേഷൻ എനർജി എന്തായിട്ടുണ്ട്? കുറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ? സോ ഇയാൾ എന്താ മക്കളെ? വിത്തൗട്ട് കാറ്റലിസ്റ്റ് ആണ്. കാറ്റലിസ്റ്റിന് കൊടുക്കാതെ ഉള്ള ആളാണ് ഞാൻ ആദ്യം എഴുതിയത്. ഇയാൾ എന്താണ്? വിത്ത് കാറ്റലിസ്റ്റ് ആണ്.
അപ്പോൾ കാറ്റലിസ്റ്റിനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കാറ്റലിസ്റ്റ് കൊടുക്കുമ്പോൾ ആക്ടിവേഷൻ എനർജി കുറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? പെട്ടെന്ന് പ്രൊഡക്റ്റ് ആവും. റിയാക്ടൻ്റ് എന്താവും? പെട്ടെന്ന് പ്രൊഡക്റ്റ് ആവും. കുറേ എനർജി വേണോ റിയാക്ഷൻ നടക്കാൻ? വേണ്ട. കുറച്ച് എനർജിയിൽ തന്നെ എന്ത് നടക്കും? പണി നടക്കും. അപ്പോൾ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്ത് നടക്കുന്നുണ്ട്? റേറ്റ് ഭയങ്കര ഫാസ്റ്റിൽ നടക്കുന്നുണ്ട്. കാരണം എന്താ? ആക്ടിവേഷൻ എനർജിയെ കുറയ്ക്കും. ഓക്കെ, സോ അതിൻ്റെ ആൻസർ ആയത് വിചാരിക്കുന്നത്. അപ്പോൾ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറും പറഞ്ഞു, കാറ്റലിസ്റ്റും പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ എനി ടു ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. നമ്മൾ പറഞ്ഞില്ലടാ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു പോലെ ടെമ്പറേച്ചറോ കോൺസെൻട്രേഷനോ അങ്ങനെ ആര് വേണമെങ്കിലും ആവാം. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഫ്രം ഇറ്റ്സ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാനുള്ള, നമ്മൾ ഒന്നിനെ കുറിച്ച് പറഞ്ഞു, ഓൾറെഡി പറഞ്ഞുകൊണ്ട് അതിനെ എഴുതുന്നില്ല. എടാ, ഫസ്റ്റ് ഓർഡറിൻ്റെ കെ എന്താ വരിക? 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ബൈ കോൺസെൻട്രേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട വേറെ ഒരാൾ. ഇപ്പം നമ്മൾ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? നമ്മൾ യൂണിറ്റ് മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് ഇൻവേഴ്സ്. ടി ഹാഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അത് എങ്ങനെയാണ് ഇതിന്ന് ഡിറൈവ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. 0.693/k. പിന്നെ നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ സീറോ ഓർഡറിന്റെ കെ കണ്ടുപിടിക്കാനുള്ളത് എന്താ? R0 - R/T. അതുപോലെ ഫസ്റ്റ് ഓർഡറിന്റെ കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഇയാളെന്ന് പറഞ്ഞത് 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് R0/R. വളരെ ഇമ്പോർട്ടൻറ്റ്. നോക്കിക്കേ, എന്താ ചോദിച്ചത്? ഈ ഇക്വേഷൻ നിന്ന് നമ്മൾ എങ്ങനെ എന്തിലേക്ക് എത്തുന്ന ചോദിച്ചാൽ ടി ഹാഫിലേക്ക് എത്തുന്ന പറഞ്ഞത്. എടാ, ടി ഹാഫ് എന്ന് പറഞ്ഞ കാര്യം ഞാൻ എന്താന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താ ടി ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ടൈമാണല്ലോ. ആ ടൈമിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന സമയം അല്ലേ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണോ അത് പകുതിയാകാൻ എടുക്കുന്ന സമയമാണ് മക്കളെ എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്? ടി ഹാഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കറിയാലോ, അതിനെടുക്കുന്ന സമയമാണ് ആണല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇനി ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കാണാം? ടി ഹാഫ് കാണാം. ടി ഹാഫ് കാണാലോ. 2.303 ടൈമിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടി ഹാഫ്. അതുകൊണ്ട് ഞാൻ ടി ഹാഫ് എന്നിട്ട് കെ ഞാൻ എന്ത് ചെയ്ത് താഴോട്ട് കൊണ്ടുപോയി. ലോഗ് R0 അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ആർക്കും ഒരു ശല്യം ചെയ്യാണ്ട് നിൽക്കുന്നുണ്ട്. താഴെ ആരാണുള്ള മക്കളെ? കോൺസെൻട്രേഷൻ ഓഫ് R. എന്താ നമ്മളുടെ കോൺസെൻട്രേഷൻ ആവുക? കോൺസെൻട്രേഷൻ പകുതി ആകുക എന്നല്ലേ പറഞ്ഞത്? അയാളെ അല്ലേ നമ്മൾ ടി ഹാഫ് എന്ന് വിളിക്കുക. ടൈം ടി ഹാഫ് ആകുമ്പോൾ കോൺസെൻട്രേഷൻ എന്താവും? R0/2 ആവും അല്ലേ? R0 കട്ടായി പോയില്ലടാ. ബാക്കി ആരാ ഉള്ളത് മക്കളെ? 2.303 ഡിവൈഡഡ് ബൈ കെ ലോഗ് ഈ അടിയിലുള്ള 2 എന്തായി? മുകളിലേക്ക് പോയില്ലേ? അതായത് ഇവിടെ 1/1/2 അല്ലേ മക്കളെ വരിക? 1/2 അല്ലേ വരിക? അപ്പോൾ 2 എന്തായി? മുകളിലേക്ക് പോയി. ലോഗ് 2ന്റെ വാല്യൂ എത്ര വരിക? 3. അപ്പം ഞാൻ ഇതിന് ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതട്ടെ. ടി ഹാഫ് എന്ന് പറഞ്ഞ ആള് ആരായി മാറി മക്കളെ? 2.303 ഇൻറ്റു 0.3 ഡിവൈഡഡ് ബൈ കെ ആയി. ഇയാളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആരെ കിട്ടും? 0.693 കിട്ടുവടാ. അങ്ങനെയാണ് നമ്മൾ എന്ത് കിട്ടുന്നത്? നമുക്ക് ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൽ നിന്നും. മനസ്സിലായോ? അപ്പോൾ തുടക്കം എവിടെ നിന്നായിരുന്നു? തുടക്കം എന്താ? ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ ഇയാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇയാളെ വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇയാളെയും പഠിക്കണം. ഇയാൾ വഴി എങ്ങനെ ഇയാൾ എത്തിയെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ഇക്വേഷനും കൂടെ ബൈഹാർട്ട് ചെയ്യാനുള്ളത്. കുറച്ച് കാര്യങ്ങൾ ഇതിൽ ബൈഹാർട്ട് ചെയ്യാനുള്ളൂ. പക്ഷേ അത് നല്ല രീതിയിൽ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിന് എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. നോക്കിക്കേ, നമ്മൾ പറഞ്ഞ ആ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 90% കംപ്ലീറ്റഡ് ഇൻ 20 seconds. ഫൈൻഡ് ദ റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ഹാഫ് ലൈഫ് പീരിയഡ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഉണ്ട്. എടാ, ഇനീഷ്യലി ഞാൻ R0 എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, എന്താ നമ്മളോട് പറഞ്ഞത്? റിയാക്ഷൻ കഴിഞ്ഞപ്പം 90% R0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. 90% എന്തായിട്ടുണ്ട് മക്കളെ? കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. 90% എന്തായിട്ടുണ്ട്? കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 10% ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ ഉണ്ടാവുള്ളൂ. എന്താ പറഞ്ഞത്? ഇനീഷ്യലി ഞാൻ ഇയാളെ 100% എടുത്തെന്ന് വിചാരിച്ചോ. 90% കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആരായി? 10%. 10% എനിക്ക് ഇങ്ങനെ എഴുതിയാൽ ശരിയാവില്ലേ? 0.1 ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. 10 10% 0.1. എനിക്ക് വേണമെങ്കിൽ ഇയാൾ ഇങ്ങനെയും കൂടി മാറ്റി എഴുതി കൂടെ? R0/10. അതായത് ഇവിടെ 1/10 വരും 0.1. അതും ശരിയാണല്ലോ. അത്രയും മക്കൾക്ക് മനസ്സിലായോ? 90% കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി ആരുണ്ടാവും മക്കളെ? 10% ഉണ്ടാവുള്ളൂ. അതാണ് ഈ എഴുതിയത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മളോട് എന്താ ചോദിച്ചത്? റേറ്റ് കോൺസ്റ്റന്റ് കെ അല്ലേ ചോദിച്ചത്? ഫസ്റ്റ് ഓർഡർ ആണല്ലോ. നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താ? 2.303 ഡിവൈഡഡ് ബൈ ആര് വന്നു? ടി വന്നു. ലോഗ് R0/R വന്നു. ഇവിടുത്തെ R എന്തായി? 90% കഴിഞ്ഞപ്പോൾ ബാക്കി ആര് വന്നു മക്കളെ? R0/ എന്ത് വന്നു? 10 വന്നു. സിമ്പിൾ
ആണല്ലോ. ഇനി ആരെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ? ഇവിടെ കട്ട്, താഴെയുള്ള 10 മുകളിലേക്ക് പോയി. ടൈം നമുക്ക് തന്നിട്ടുണ്ടോടാ? ഓക്കെ, 20 സെക്കൻഡ് തന്നിട്ടുണ്ട്. 20 തന്നിട്ടുണ്ട്. ലോഗ് 10 ആയി അല്ലേ? ലോഗ് 10 എത്രയാ? 1. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2.303 ഡിവൈഡഡ് ബൈ 20 വന്നടാ. ഇതാണ് നമ്മളുടെ കെ വരുന്നത്. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, യൂണിറ്റ് കൊടുക്കണ്ടേ. ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ അതിന്റെ കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. നമ്മൾ ഫസ്റ്റ് പഠിച്ച ആള് മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് ഇൻവേഴ്സ് വീണ്ടും പറയുന്നത് മക്കളുടെ തലയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് ഇതിന്റെ യൂണിറ്റും കിട്ടി, സെക്കൻഡ് ഇൻവേഴ്സ്. നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയ ഒരു 0.1 സംതിങ് കിട്ടും, 11 ആ റേഞ്ചിൽ കിട്ടുമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ അതും കിട്ടി. കെ കിട്ടിയല്ലോ. ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായോ? അപ്പൊ ആരെ വേണം? ഇയാളെ വേണം. ഇയാളെ ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. കൺസിഡർ ദ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിളും പറഞ്ഞു അല്ലേ? നമ്മൾ ഇയാളെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. ആരാ? CH3COO C2H5 CH3CH2 CH2 CH3 പ്ലസ് H2O. H പ്ലസ് എന്തുണ്ടായിട്ടുണ്ട്? ആസിഡും ആൽക്കഹോളും ഉണ്ടായിട്ടുണ്ട്, എസ്റ്ററിന്റെ ഹൈഡ്രോളിസിസ്. ഐഡന്റിഫൈ ദ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് ദ എബോവ് റിയാക്ഷൻ. ഇതൊരു റിവിഷൻ ആയിട്ട് എടുത്തോ. ഓർഡർ എത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 1 പറഞ്ഞിട്ടുണ്ട്. മോളിക്കുലാരിറ്റി എടുക്കുകയാണെങ്കിൽ ഈ റിയാക്ടിങ് സ്പീഷീസിന്റെ മുന്നിലുള്ള ആളെ നമ്മൾ എടുക്കണം എന്നല്ലേ പറഞ്ഞത്? സ്റ്റോയിഷ്യോമെട്രിക് കോഷ്യന്റ്. 1 എത്രയായി മക്കളെ? 2 മനസ്സിലായോ? എന്താ നമ്മൾ എടുത്തത്? 1. അതാരാ? സ്റ്റോയിഷ്യോമെട്രിക് കോഷ്യന്റ്. അപ്പൊ എന്തായി? മോളിക്കുലാരിറ്റി 2. ഗീവ് ദ റേറ്റ് ലോ എക്സ്പ്രഷൻ ഓഫ് ദ എബോവ് റിയാക്ഷൻ. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ ആ റേറ്റ് ലോന്റെ ഇതൊന്ന് എഴുതി വെക്കാം. കെ CH3COO C2H5. ഇയാളല്ലേ ഉള്ളൂ, ഇയാൾ റേസ്റ്റ് 1. H2O റേസ്റ്റ് എന്താ? 0 അല്ലേ? അപ്പൊ അയാൾ പോയില്ല, അത് 1 ആയില്ലേ? അപ്പൊ ഇതാണ് റേറ്റിൽ വരിക, രണ്ടാമത്തത്. ഇനി മൂന്നാമത്തേലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ വരിക? വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ് ഓഫ് ദ എബോവ് റിയാക്ഷൻ വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് CH3COO C2H5 ഈസ് ഡബിൾഡ്. എടാ എന്താ വെച്ചാൽ ഇയാളുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കി. അപ്പൊ എന്തായി? പുതിയ റേറ്റ്, ഞാൻ റേറ്റ് ഡാഷ് എന്നിട്ട് കെ ഇൻറ്റു ഇയാളുടെ കോൺസെൻട്രേഷൻ എന്തായിന്ന് പറഞ്ഞാൽ ഡബിൾ ആയി. അപ്പൊ 2CH3COO C2H5 ആയി. റേസ് ടു 1 തന്നെയല്ലേ? ഇതൊരു കോൺസ്റ്റന്റ് അല്ലേടാ? അപ്പൊ ഇയാൾ എനിക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാമല്ലോ. ആ 2 ഞാൻ പുറത്തേക്ക് ഇട്ട് കെ CH3COO C2H5 എന്ന് ആയില്ലേ മക്കളെ? ആയില്ലേ? ഇയാൾ ആരാടാ? ഇയാളല്ലേ ഓൾഡ് റേറ്റ്. നമ്മൾ ഓൾഡ് റേറ്റ്. അപ്പൊ പുതിയ റേറ്റ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിട്ടുണ്ട് മക്കളെ? ഇവിടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, റേറ്റ് ഡാഷ് എന്ന് വെച്ചാൽ എന്താ? പുതിയ റേറ്റ് എന്ന് പറഞ്ഞാൽ 2 times ഓഫ് ഓൾഡ് റേറ്റ് ആയിട്ടുണ്ട്. പുതിയ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പഴയ റേറ്റിന്റെ 2 times ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ. എന്താ മനസ്സിലായത്? ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയപ്പോൾ എന്തായിട്ടുണ്ട്? റേറ്റും ഡബിൾ ആയിട്ടുണ്ട്. ഓക്കെ. ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ doubles when the temperature is increased from 298 Kelvin to 308 Kelvin. Calculate the activation energy. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? ആക്ടിവേഷൻ എനർജി. അറീനിയസ് ഇക്വേഷൻ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവഴി നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണാൻ പറ്റും. നമ്മൾ അവസാനം എത്തിച്ചേരുക log K2/K1 ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി EA ഡിവൈഡഡ് ബൈ 2.303 ഇൻറ്റു R. 2.303 R ഇൻറ്റു 1/T1 മൈനസ് 1/T2. നിങ്ങൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിച്ചേരും. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുക? അറീനിയസ് ഇക്വേഷൻ നമ്മൾ ലോഗൊക്കെ എടുത്ത് ചെയ്ത് 2 ടെമ്പറേച്ചർ, ഒരു T1 T2 ടെമ്പറേച്ചറിന് എടുത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഒന്നും കൂടെ പറയാണ്. നമ്മൾ യൂണിറ്റിന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ളത്, ഫസ്റ്റ് ഓർഡറിന്റെ കെ കണ്ടുപിടിക്കാനുള്ളത്, ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനുള്ളത്, പിന്നെ സീറോ ഓർഡറിന്റെ എന്ത് കണ്ടുപിടിക്കാനുള്ളത്, നമ്മളുടെ കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ മക്കൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പഠിക്കുന്ന അടുത്ത ആളാണ്. നോക്കിയ ഇയാൾ വെച്ച് മിക്ക വർഷങ്ങളിലും എന്ത് കാണാൻ പറ്റുന്നതാണ്? ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നതാണ്. നമ്മളോട് എന്താ പറഞ്ഞത്? ഒരു റിയാക്ഷൻ 298 നിന്ന് 308 കെൽവിൻ, അതായത് 10 കെൽവിൻ കൂട്ടിയപ്പോൾ എന്താ? അതിന്റെ റേറ്റ് ഡബിൾ ആയി എന്നല്ലേ പറഞ്ഞത്? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡബിൾസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനീഷ്യലി ഉള്ള റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് K1 ആണെന്ന് വിചാരിച്ചോ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? 10 കെൽവിൻ അല്ലെ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്ര ആയിട്ടുണ്ട്? 10 കെൽവിൻ ആയിട്ടുണ്ട്. ആ 10 കെൽവിൻ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? K2 ആയിട്ടുണ്ട് അല്ലെ? K2 ആയിട്ടുണ്ട്. ഈ K2 എന്ന് പറഞ്ഞ ആള് ശരിക്കും എന്താ മക്കളെ? നമ്മളോട് പറഞ്ഞ ആദ്യത്തെ റിയാക്ഷന്റെ 2 times അല്ലേ പറഞ്ഞത്? ആദ്യത്തെ റിയാക്ഷനിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ആരാ? K1 അല്ലേ? അതിന്റെ 2 times ആണ് ആവുന്നത്. അപ്പൊ എന്ത് വന്നു? 2K1. പറഞ്ഞത് മനസ്സിലായോ? 10 degree Celsius അല്ലെങ്കിൽ 10 കെൽവിന് റിയാക്ഷനിൽ നമ്മൾ ഇൻക്രീസ് വരുത്തിയപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന റേറ്റ് ഓഫ് റിയാക്ഷൻ എന്തായിട്ടുണ്ട്? ഡബിൾ ആയി എന്നല്ലേ പറഞ്ഞത്? റേറ്റ് ഓഫ് റിയാക്ഷൻ ഡബിൾ ആവുക എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ആയിന്നാ.
അപ്പൊ K2 എന്ന് പറഞ്ഞ ആളെന്താ K1ന്റെ ഇരട്ടി എന്നല്ലേ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ log K2 പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2K1 എന്ന് കൊടുക്കാം. താഴെ ആര് വന്നു? K1 വന്നു. ഇവിടെ ആളുള്ള ആക്ടിവേഷൻ എനർജി അയാളിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2.303. R എത്രയാ വരിക? 8.314 ആണല്ലോ. T1 1/T1 എത്ര വന്നു? 298. 1/T2 എന്ന് പറയുമ്പോൾ എത്ര വന്നു? 308. സംശയമല്ലല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി? EA ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. log 2K1/K1 എന്തായി? log 2 ആയി. അത് എത്രയാ മക്കളെ? 0.3. ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ ആരൊക്കെ ഉണ്ട്? ഇയാളെയും കൊണ്ടുപോട്ടെ ഞാൻ. 2.303 × 8.314. തീർന്നിട്ടുണ്ടോ? ഇല്ല. ഇനി നോക്കി ഇവിടെ എന്ത് ചെയ്യും? 308 - 298 ഡിവൈഡഡ് ബൈ 298 × 308 അല്ലേ? ആ ഗുണിക്കാനുള്ള 298നെയും 308നെയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. താഴെ ആര് വരുവാടാ? താഴെ ആര് വരും? ഈ 308 - 298 അല്ല, അഥവാ 10 വരും. ഇയാളാണ് ആരെന്ന് പറഞ്ഞത്. നമ്മൾ ഇയനെ അവിടെ വെച്ചതല്ലേ. സോ ഇത് നിങ്ങൾ ഗുണിച്ചും ഹരിച്ചൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 52 സംതിങ്, ഒരു 200 സംതിങ് റേഞ്ചിൽ നിങ്ങൾക്ക് എന്ത് വരും? കിലോ ജൂൾ കിട്ടും. അതായത് 52 × 10⁻³ ജൂള് കിട്ടും. ആ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. സോ ഇതാണ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ നിങ്ങൾക്ക് ഒരു കിലോ ജൂൾ റേഞ്ചിലായിരിക്കും എന്ത് കിട്ടുക? ആക്ടിവേഷൻ എനർജി കിട്ടുക. അപ്പോൾ അത്രയും എനർജി ഉണ്ടെങ്കിലേ എന്ത് സംഭവിക്കുക? ഈ ഒരു റിയാക്ഷന് ആക്ടിവേഷൻ എനർജി ആയിട്ട് ലഭിക്കുള്ളൂ. അതായത് 10 കെൽവിൻ കൂട്ടുമ്പോൾ അത്രയും ആക്ടിവേഷൻ എനർജി ആവശ്യം ആയിട്ട് ഉണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ഒരു 52 കിലോ ജൂൾ റേഞ്ചിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? ഇതിന്റെ ആക്ടിവേഷൻ എനർജി കിട്ടിയിട്ടുണ്ടോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ആള് ആരാന്നാ പറഞ്ഞത്? ഇത് ഇയാള്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പഠിക്കാനുള്ളൂ, സ്കിപ്പ് ചെയ്യരുത്. ഫോർ എ റിയാക്ഷൻ A + B gives C + D, the rate equation is. ഓക്കെ, 2 മാർക്കിന് ചോദിച്ചാണ്. ഓക്കെ, നമ്മൾക്ക് ഇയാൾ തന്നിട്ടുണ്ട്, റേറ്റ് ലോ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഗീവ് ദ ഓവറോൾ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് ദ റിയാക്ഷൻ. മക്കളെ, ഓർഡർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നേരെ നോക്കേണ്ട ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ലോ ആണ്. നിങ്ങൾ റേറ്റ് ലോയിലേക്ക് മാത്രമേ നിങ്ങളുടെ കണ്ണ് പോകാവൂ. എന്നാൽ നിങ്ങൾക്ക് മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിലേക്ക് നോക്കണം? നിങ്ങൾ റിയാക്ഷനിലേക്ക് നോക്കണം. ഒരിക്കലും നിങ്ങൾ റേറ്റ് ലോയിലേക്ക് നോക്കാൻ പാടില്ല. എന്താ പറഞ്ഞത്? ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ റേറ്റ് ലോയിലേക്ക് മാത്രമേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ. മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ റിയാക്ഷനിലേക്ക് നോക്കണം. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഓർഡർ കണ്ടുപിടിച്ചാലോ? എത്രയാ വരിക? എക്ക് വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറഞ്ഞാൽ 3/2 ആണ്. ബിയുടെ എത്രയാ വരിക? 1/2 ആണ്. അപ്പൊ നമുക്ക് എത്ര വന്നു മക്കളെ? n ഓർഡർ എന്ന് പറയുന്നത് എത്ര വന്നു? 3/2 + 1/2 അല്ലടാ. അതായത് 1.5 എത്ര വന്നടാ? 2 വന്നു. ഇനി മോളിക്കുലാരിറ്റി ഞാൻ നോക്കുകയാണ്. മോളിക്കുലാരിറ്റി ഞാൻ ഇയാളെ നോക്കണോ? വേണ്ട. ആരെ നോക്കിയാൽ മതി? A + B gives C + D. അതിൽ തന്നെ ഇയാളെ എയും ബിന്റെയും സ്റ്റോഷിയോമെട്രിക് കോഷ്യന്റ് നോക്കിയാൽ പോരാടാ. അപ്പൊ എത്ര വന്നു? 1 + 1 എന്തായി? 2 ആയിട്ടുണ്ട്. സോ ഈ റിയാക്ഷന്റെ കേസിൽ മോളിക്കുലാരിറ്റി ഓർഡർ എത്രയാണ് വന്നുള്ളത്? 2 സെയിം വന്നത്. എല്ലാ റിയാക്ഷൻ എങ്ങനെയാണെന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ 2 മാർക്ക് കിട്ടിയില്ലേ? ഈസി ആയിട്ട് കിട്ടിയില്ലടാ. അടുത്ത് നോക്കിയേ. ഫോർ ദ റിയാക്ഷൻ 2NO gives O2 to NO2. The rate law is given as rate equal to K into concentration of NO, nitrous oxide, raised to 2, O2 raised to 1. The order of the reaction with respect to O2 is. മക്കളെ, ഇത് നിങ്ങളെ കുഴപ്പിക്കാൻ തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളവിടെ എന്താ ചോദിച്ചത്? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്നാണോ ചോദിച്ചത്? അല്ല, ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഓക്സിജൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് റെസ്പെക്ട് ടു ഓക്സിജൻ എന്ന് മാത്രമാണ് നിങ്ങളോട് പറഞ്ഞുള്ളത്. ഓവറോൾ റിയാക്ഷൻ നമ്മളോട്, അല്ലെങ്കിൽ ഓവറോൾ റിയാക്ഷന്റെ ഓർഡർ നമ്മളോട് ചോദിച്ചിട്ടുള്ള വിത്ത് റെസ്പെക്ട് ടു ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ മുകളിലുള്ള ആളെ മാത്രം നോക്കിയാൽ മതി. അതൊന്ന്. ഇനി ഇതേപോലെ നിങ്ങളോട് ചോദിക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു ആര് ചോദിച്ച്? നൈട്രസ് ഓക്സൈഡ് NO ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? 2. കാരണം NOയുടെ മുകളിലുള്ള പവർ എത്രയാ മക്കളെ? 2. ഇനി ഇതേപോലെ ഓവറോൾ റിയാക്ഷൻ അല്ലെങ്കിൽ ഓവറോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ മക്കൾ എന്ത് പറയണം? 2 + 1 അല്ലേടെ വരും, അത് 3 വന്നു. മനസ്സിലായോ? നമ്മൾ റിയാക്ഷനിലേക്ക് പോകരുത്, റേറ്റ് ലോയിലേക്ക് മാത്രം. ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ലോയ്ക്ക് മാത്രം പോവുക. എന്നിട്ട് നമ്മളോട് ഓവറോൾ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ ആരൊക്കെ ഉണ്ടോ റിയാക്ടൻസ്, അതിന്റെ പവേഴ്സിനെ ഒക്കെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, സം ചെയ്യുക. അപ്പൊ 2 + 1 എന്തായി? 3 ആയി. സിമ്പിൾ. ഓക്കെ, എന്നാൽ നിങ്ങളോട് വിത്ത് റെസ്പെക്ട് ടു എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അയാളുടെ മുകളിലുള്ള പവർ നോക്കുക. അപ്പൊ ഇവിടെ എന്താ ആൻസർ വരും? 1 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. 2019 നോക്കി എന്താ വരിക? ഒരു ഓക്സിജന് വിത്ത് റെസ്പെക്ട് ടു വന്ന ഓർഡർ എത്രയാ? 1. NOക്ക് ആണെങ്കിൽ അത് 2, ഓവറോൾ ആണെങ്കിൽ അത് 3.
Examine the graph given below. Identify the integrated rate equation and the order of the reaction corresponding to it. എടാ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് ആരാ? കോൺസെൻട്രേഷൻ ഓഫ് ദ ആർ എന്നല്ല പറഞ്ഞ കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് എടുത്ത് പറഞ്ഞിട്ട് ടൈമാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരാൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലേക്ക് വരണം ഇത് ആരാണെന്ന്, ഇത് സീറോ ഓർഡർ ആണെന്ന്. എന്നാൽ നിങ്ങൾ ഗ്രാഫ് കാണുകയാണ്, നിങ്ങൾ ഇതേപോലെ തന്നെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്ന ആള് മാറിയിട്ടുണ്ട്. അയാൾ നിങ്ങൾക്ക് കാണുന്നത് ലോഗ് ആറാണ്. എന്താ കാണുന്നത്? ലോഗ് ആറാണ്. ഇവിടെ R0 ആട്ടോ മക്കളെ ഇത്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ലോഗ് R0 ആയിരിക്കും നിങ്ങൾ കാണാൻ പറ്റും y ഇന്റർസെപ്റ്റ്. അതുപോലെ നിങ്ങൾക്ക് സ്ലോപ്പ് കാണാൻ പറ്റും. സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -k/2.303 നിങ്ങൾക്ക് കാണാൻ പറ്റും വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ നിങ്ങളിത് ഓർക്കണം, നിങ്ങൾ ഇത് ഫസ്റ്റ് ഓർഡർ ആണെന്ന് ഓർക്കണം. പഠിച്ചോ എന്താ y ആക്സിസിൽ കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് മാത്രം പറയാണ് വിത്ത് റെസ്പെക്ട് ടു ടൈമിന്. നിങ്ങൾക്ക് അപ്പം മനസ്സിലേക്ക് വരണം അത് എന്തായിരിക്കും, സീറോ ഓർഡർ ആയിരിക്കും. നോക്കിയേ, സ്ലോപ്പ് നെഗറ്റീവ് ആണ്, സ്ലോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ -k ആണ്. ഓക്കെ, എന്നാൽ നിങ്ങൾ ഫസ്റ്റ് ഓർഡറിന്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഇവിടെ ആര് വന്നു? y ആക്സിൽ ലോഗ് ആറ് വന്നു. ലോഗ് ആറ് വന്നു. എടാ ഫസ്റ്റ് ഓർഡർ നിങ്ങൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഈ ഒരു ഗ്രാഫും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇങ്ങനെ വരുന്നൊരു ഗ്രാഫ് ഉണ്ട്, അതാരാ? ലോഗ് R0/r ആടാ ഇത് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇങ്ങനെ വന്നു. അപ്പൊ നമുക്ക് എന്ത് വരും? ഇയാളുടെ സ്ലോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2.303 ഡിവൈഡഡ് ബൈ k വന്നു. ഒരു പോസിറ്റീവ് സ്ലോപ്പ് വന്നു സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ. അപ്പോൾ ഇതും ആരുടെ മക്കളെ? ഫസ്റ്റ് ഓർഡറിന്റെയാണ്. ഫസ്റ്റ് ഓർഡർ നമുക്ക് രണ്ട് രീതിയിൽ ഗ്രാഫ് വരയ്ക്കാം. നിങ്ങൾക്ക് മാക്സിമം ഇതേ ചോദിക്കുള്ളൂ, ഇതാരുടെ? സീറോ ഓർഡറിന്റെ. എൻ്റെ കൂടെ തന്നെ പഠിച്ചില്ലടാ നിങ്ങൾ. എന്താ y ആക്സിസിൽ കോൺസെൻട്രേഷൻ ആറ് വന്നിട്ട് പിന്നെ എക്സിൽ ടൈമും വന്നിട്ടുണ്ടെങ്കിൽ അത് സീറോ ഓർഡർ. എന്നാൽ ഇവിടെ ലോഗ് ആറോ അല്ലെങ്കിൽ ലോഗ് R0/r വന്നിട്ടുണ്ടെങ്കിൽ അത് ആരായി? ഫസ്റ്റ് ഓർഡർ ആയി. ഓക്കെ ആണല്ലോ? പഠിച്ചല്ലോ. നാളെ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തത്, വാട്ട് ഈസ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഇഫ് ഇറ്റ്സ് ഹാഫ് ലൈഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ? നമ്മളിത് ഓൾറെഡി പറഞ്ഞു. ഹാഫ് ലൈഫ് ആണെങ്കിൽ ആരാ മക്കളെ? ഫസ്റ്റ് ഓർഡർ ആണല്ലോ. കാരണം എന്താ? ഫസ്റ്റ് ഓർഡറിന്റെ ടി ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാ? 0.693 ഡിവൈഡഡ് ബൈ k അല്ലേ? എവിടെടാ ഇതിലൊരു ആർ കോൺസെൻട്രേഷൻ ഓഫ് ആർ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താ മനസ്സിലായി? ഇൻഡിപെൻഡന്റ് ഓഫ് ആർ എന്ന് മനസ്സിലായി. കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ഷൻ എന്ന് മനസ്സിലായി. ഹാഫ് ലൈഫ് ആണേ, റേറ്റ് ആണെങ്കിൽ അത് മാറി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീറോ ഓർഡർ. അപ്പൊ അതും ഓക്കെ. കൺസിഡർ ദി ജനറൽ റിയാക്ഷൻ AA gives plus BB gives CC plus DD. So R equal to K A raised to X B raised to Y തന്നിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് A plus B and X plus Y. എടാ A plus B എന്ന് പറഞ്ഞാൽ ആരാ? ഇയാളും അല്ലേ? അപ്പൊ A plus B എന്ന് പറഞ്ഞിട്ടുള്ള മക്കളെ ഇത് ആരാ ശരിക്കും? ഇത് സ്റ്റോഷിയോമെട്രിക് കോഷ്യന്റ് ഓഫ് A അല്ലേ? ഇത് സ്റ്റോഷിയോമെട്രിക് കോഷ്യന്റ് ഓഫ് B അല്ലേ? അപ്പൊ A plus B ന്റെ ആളെന്ന് പറയുമ്പോൾ അത് മോളിക്കുലാരിറ്റി ആയില്ലേ മക്കളെ? മോളിക്കുലാരിറ്റി ആയിട്ടുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി X plus Y എന്ന് പറഞ്ഞാൽ അത് ആരായി? അതെവിടെയാ തന്നത്? അത് റേറ്റ് ലോലല്ലേ തന്നത്? X plus Y എന്ന് പറഞ്ഞാൽ ആരാ? N അല്ലേടാ? അത് ആരാ ശരിക്കും? ഓർഡർ ആണ്. അപ്പൊ എന്താ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു മാർക്ക് കിട്ടിയില്ലേ? A plus B X plus Y കണ്ട് ഞെട്ടി ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇയാൾ സ്റ്റോഷിയോമെട്രിക് കോഷ്യൻസ് ആണ്. അവർ നമ്മൾ സം ചെയ്താൽ കിട്ടുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാ മക്കളെ? ഇത് മോളിക്കുലാരിറ്റി ആണ്. എന്നാൽ X plus Y എടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് എടുക്കുന്നത്? റേറ്റ് ലോന്ന് എടുക്കുന്നത്. X plus Y എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അത് ആരാ മക്കളെ? അത് ഓർഡർ ആണ്. സോ ഇതൊക്കെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ ചോദിച്ചു കണ്ടില്ല. അതായത് 2010 മുതൽ നിങ്ങൾ ഒരു 2024 വരെ നിങ്ങൾ നോക്കിക്കോടാ, സ്ഥിരമായിട്ട് ഇത്രയും ചോദ്യം ഞാൻ തന്നിട്ടില്ലേ? ഇത്രയും ചോദിച്ചത് മാത്രം തിരിച്ചും മറിച്ചും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തരുന്ന രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നത്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്റർ. അപ്പോൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത് തന്നെ നല്ല രീതിയിൽ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് നാളെ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു.